ഇന്നത്തെ വീഡിയോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് വഴി എങ്ങനെയാണ് കണ്ടോണേഷൻ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നത് എന്നതാണ്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് വഴി എങ്ങനെയാണ് കണ്ടോണേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിലവിലെ ഹാജർ നിലയിലെ കുറവ് പരിഹരിക്കുന്നതിനായി യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിക്കുന്ന അപേക്ഷയാണ് കണ്ടോണേഷൻ. നിലവിലെ പരീക്ഷാ ഹാൾ ടിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പേയ്മെന്റ് റെസിപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അപേക്ഷിക്കാൻ വേണ്ടത്. ഇനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. ഗൂഗിളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്തു വരുന്ന പേജിലെ സർട്ടിഫിക്കറ്റ് പോർട്ടൽ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ശേഷം ലഭിക്കുന്ന ഈ ഒരു പേജിൽ നിന്നും ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന ഗോ ടു സർട്ടിഫിക്കറ്റ് പോർട്ടൽ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്തുകൊണ്ട് ഡിഗ്രി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നമ്മളിവിടെ അറ്റൻഡൻസ് ഷോർട്ടേജിന്റെ കണ്ടോണേഷൻ അപേക്ഷയാണ് സമർപ്പിക്കുന്നത്. അറ്റൻഡൻസ് കണ്ടോണേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് സൈറ്റിൽ നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതിനായി പേജിന്റെ ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അതിനുശേഷം യൂസർ നെയിമും പാസ്വേഡും ഇമെയിൽ ആയിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ലോഗിൻ ചെയ്ത് കയറി അപേക്ഷകന്റെ മറ്റ് വിവരങ്ങൾ നൽകിയതിനു ശേഷം സൈറ്റിലേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതുപോലെ ഹാൾ ടിക്കറ്റും പേയ്മെന്റ് അടച്ചതിന് ശേഷം പേയ്മെന്റ് റെസിപ്റ്റും അപ്ലോഡ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 575 രൂപയാണ്. എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ഫൈൻ എമൗണ്ട് കൂടി അടയ്ക്കേണ്ടതാണ്. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ അപേക്ഷകന്റെ പൂർണ്ണമായ പേര്, അഡ്രസ്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, നാഷണാലിറ്റി, സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് ഇത്രയും വിവരങ്ങൾ കൊടുത്താണ് രജിസ്ട്രേഷന്റെ ഫസ്റ്റ് ഭാഗം ചെയ്യേണ്ടത്. അപേക്ഷകന്റെ പേര് നിലവിലെ സർട്ടിഫിക്കറ്റിലൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. വാലിഡ് ആയിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് നൽകുക, ജെൻഡർ കൊടുക്കുക, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ഇമെയിൽ ഐ ഡി തെറ്റാതെ കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ നൽകിയിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ലഭിക്കുക. യൂസർ ഐ ഡി ആയിട്ട് ആപ്ലിക്കന്റിന്റെ ഈ നൽകിയിരിക്കുന്ന ഇമെയിൽ ഐ ഡി എന്ന് യൂസ് ചെയ്തിട്ടാണ് വീണ്ടും ലോഗിൻ ചെയ്ത് കയറേണ്ടത്. ടൈപ്പ് ചെയ്ത് നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ട്, യൂസർ ഐ ഡി, പാസ്വേഡ് ഡീറ്റെയിൽസ് മെയിലിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ആണ് കാണിക്കുക. ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അറ്റൻഡൻസ് കണ്ടോണേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൈറ്റിലെ ലോഗിൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് പാസ്വേഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. ശേഷം വീണ്ടും വരുന്ന ലോഗിൻ പേജിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ഐ ഡി കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിലിലേക്ക് വന്നിരിക്കുന്ന പാസ്വേഡും സൈറ്റിൽ നൽകിയിരിക്കുന്ന ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് അപേക്ഷാ പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ്. ഞാനിവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ആയി വരുന്ന പേജിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റുഡന്റ് നെയിം കൃത്യമായിട്ട് അവിടെ വരുന്നതാണ്. രജിസ്റ്റർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രജിസ്റ്റർ നമ്പർ തന്നെ വീണ്ടും കൺഫേം രജിസ്റ്റർ നമ്പർ എന്നുള്ള ഓപ്ഷനിലും ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ശേഷം വരുന്ന ഭാഗത്ത് ഡിഗ്രി എന്ന് കൊടുത്തിരിക്കുന്നതിൽ സെലക്ഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അണ്ടർ ഗ്രാജുവേറ്റ് UG എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം വരുന്ന കോളേജ് നെയിം എന്നുള്ള ഓപ്ഷനിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിന്റെ പേര് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. ശേഷം പഠിക്കുന്ന പ്രോഗ്രാം ഏത് കോഴ്സാണോ ചെയ്യുന്നത് ആ ഒരു കോഴ്സിന്റെ പേര് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാം ടൈപ്പാണ്. ഞാനിവിടെ സെമിസ്റ്റർ ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സെമിസ്റ്റർ ഇൻ വിച്ച് കണ്ടോണേഷൻ റിക്വയർഡ്, ഏത് സെമിസ്റ്ററിലാണ് ഹാജർ നിലയിൽ കുറവ് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു സെമിസ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. കറണ്ട് അക്കാദമിക് ഇയർ ഏതാണ് എന്നുള്ളത് ഒന്ന് നൽകിയതിന് ശേഷം മുൻ വർഷങ്ങളിൽ കണ്ടോണേഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് കൊടുക്കേണ്ടത്. ഒരു വിദ്യാർത്ഥിക്ക് 2 കണ്ടോണേഷൻ മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. മുൻ സെമിസ്റ്ററിൽ കണ്ടോണേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ നോ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫീസ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. കമൻസ്മെന്റ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, അതായത്
സെമിസ്റ്ററിൽ എപ്പോഴായിരുന്നു എക്സാമിനേഷൻ നടന്നിരുന്നത് എന്നുള്ള ഡേറ്റ് ആണ് നൽകേണ്ടത്. ഈ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫൈൻ എമൗണ്ട് കൂടി അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഈ ഒരു എമൗണ്ട് പേ ചെയ്ത് നൽകേണ്ടതാണ്. സേവ് ആൻഡ് പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന പേജിൽ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാൾ ടിക്കറ്റും അഥവാ ഏത് സെമിസ്റ്ററിലാണോ കണ്ടിന്യൂഷൻ ലഭിച്ചിരിക്കുന്നത് ആ ഒരു ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ അപേക്ഷകന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. JPG ഫോർമാറ്റിൽ 200 GB ഇടയിൽ വരുന്ന ഫയൽ സൈസിൽ സൈറ്റിലേക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഓരോ ഡോക്യുമെന്റും ചൂസ് ഫയൽ ഉപയോഗിച്ച് ചൂസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. അടുത്തായിട്ട് വരുന്ന പേജിൽ പേയ്മെന്റ് ഓപ്ഷൻ ആണ് വരുന്നത്. ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഈ ഒരു ഭാഗത്ത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കേരള എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. അതിനുശേഷം ഏത് യൂണിവേഴ്സിറ്റിയുടെ പേയ്മെന്റ് ആണോ ചെയ്യേണ്ടത് ആ ഒരു യൂണിവേഴ്സിറ്റി ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് പേയ്മെന്റ് ഗേറ്റ്വേ പേജിലേക്ക് വരാവുന്നതാണ്. അതല്ല എങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹോം പേജിലുള്ള ഓൺലൈൻ പേയ്മെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ഈ ഒരു ഓൺലൈൻ പേയ്മെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ പേയ്മെന്റ് കാറ്റഗറി ഓപ്ഷൻ ഡീറ്റെയിൽസ് നൽകിയും പേയ്മെന്റ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫീ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഫീസ് കാറ്റഗറി അതർ ഫീസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്ലിക്കന്റിന്റെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. നെയിം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് നൽകുക. മൊബൈൽ നമ്പർ നൽകുക. പർപ്പസ് എന്നുള്ള ഓപ്ഷനിൽ പർപ്പസ് ഏതാണോ വരുന്നത് കണ്ടോണേഷൻ കാറ്റഗറി അതൊന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ ബിഫോർ കണ്ടോണേഷൻ, ഓഫ് ഷോർട്ടേജ് ഓഫ്, ബിഫോർ എക്സാമിനേഷൻ ഓപ്ഷനും അവൈലബിൾ ആണ്. ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാവുന്നതാണ്, മാൻഡേറ്ററി അല്ല. ശേഷം അപേക്ഷകന്റെ പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കൃത്യമായി കൊടുക്കുക. ഇമെയിൽ ID കൃത്യമായിട്ട് കൊടുക്കുക. ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് നൽകിയതിന് ശേഷം ക്യാപ്ച അടിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്ത് പേയ്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ്. ക്യാപ്ച നൽകിയതിന് ശേഷം വരുന്ന പേജിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് വരുന്ന ഭാഗത്ത് ഓൾറെഡി നമ്മൾ നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നോക്കുക. രജിസ്റ്റർ നമ്പർ, അതുപോലെ പേര് തുടങ്ങിയ കാര്യങ്ങളും എമൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക. പേജിന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. UPI ഓപ്ഷൻസ്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ QR കോഡിന്റെ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓപ്പണായി വന്നിരിക്കുന്ന QR കോഡ് ഏതെങ്കിലും ഒരു മൊബൈൽ വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്ത് പേയ്മെന്റ് പ്രോസസ്സ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റിനുള്ളിൽ പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ നൽകിയിരിക്കുന്ന SB കളക്ട് റെഫറൻസ് നമ്പർ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കാനോ ശ്രദ്ധിക്കേണ്ടതാണ്. പേയ്മെന്റ് പ്രോസസ്സ് അപ്ഡേറ്റ് ആയതിനു ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് കൃത്യമായി എടുത്ത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം ഇതുപോലൊരു പേജ് വരുന്നതാണ്. ഇതിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിലെ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഈ ഒരു പ്രിന്റ് ഔട്ട് പിന്നീട് കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. വിവരങ്ങൾ കൃത്യമായി കണ്ടിന്യൂ ചെയ്ത് അപ്ലിക്കേഷൻ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു DU നമ്പർ ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് നൽകുക. പേയ്മെന്റ് അടച്ചിരിക്കുന്ന ഡേറ്റ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പേയ്മെന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ഇപ്പോൾ പേയ്മെന്റ് അടച്ചിരിക്കുന്ന റെസിപ്റ്റ് സൈറ്റിലേക്ക് JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഓൾറെഡി ഉള്ള ഡോക്യുമെന്റ് PDF ഫോർമാറ്റിൽ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് JPG ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഡോക്യുമെന്റ് സൈറ്റിലേക്ക് JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പ്രിന്റ് കൊടുത്തതിന് ശേഷം പ്രിന്ററിന്റെ ഓപ്ഷനിൽ തന്നെ PDF ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ PDF ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം JPG ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതിയാകും. ഞാനിവിടെ ഈ പേയ്മെന്റ് റെസിപ്റ്റ് അഥവാ ചെല്ലാൻ
അപ്ലോഡ് ചെയ്ത് നൽകുന്നുണ്ട്. 200 KB കുറവായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ശേഷം ഇവിടെ നൽകിയിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ലഭിക്കുന്നതാണ്. പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു റെസിപ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് ഇതും കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. ഡോക്യുമെന്റ് PDF ആക്കുന്നതിനായിട്ട് Ctrl+P അഥവാ ഡൗൺലോഡ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ സേവ് ആസ് PDF ഓപ്ഷൻ കൊടുത്ത് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് PDF ഫോർമാറ്റിൽ സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് അറിയുന്നതിനായിട്ട് ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിലവിലെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഡോക്യുമെന്റ്സ് കൃത്യമായി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുള്ള ബോണഫൈഡ് സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് കണ്ടോണേഷൻ പ്രോസസ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്രൂവൽ ലഭിക്കുക. സ്റ്റുഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിന് ശേഷം ഹോൾ ടിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പേയ്മെന്റ് റെസിപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും കണ്ടോണേഷന്റെ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം അഥവാ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ഈ ഒരു പേജിൽ സ്റ്റുഡന്റ് സർവീസസ് എന്നുള്ള ഓപ്ഷനിലെ ഫോംസ് ടു ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമുക്ക് പേജ് 1, 2, 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 8ാമത്തെ ഓപ്ഷനിൽ വരുന്നുണ്ട് ന്യൂ ആപ്ലിക്കേഷൻ ഫോം ഫോർ കണ്ടോണേഷൻ ഓഫ് ഷോർട്ടേജ് ഓഫ് അറ്റൻഡൻസ് ഡൗൺലോഡ് PDF. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോണേഷന്റെ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതാണ്. ഈ ഒരു ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് ഫില്ലപ്പ് ചെയ്തതും മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും ചെല്ലാൻ റെസിപ്റ്റും സഹിതമാണ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. കോളേജിൽ നിന്നുള്ള അപേക്ഷയുടെ പ്രോസസ്സും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും യൂണിവേഴ്സിറ്റി കണ്ടോണേഷൻ ആപ്ലിക്കേഷൻ അപ്രൂവൽ ചെയ്ത് ലഭിക്കുക. നിലവിൽ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉള്ള കുട്ടികൾക്ക് പ്രീവിയസ് സെമിസ്റ്ററിലെ റിസൾട്ട് പബ്ലിഷ് ആകാറില്ല. കണ്ടോണേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും റിസൾട്ട് പബ്ലിഷ് ആയിട്ട് ലഭിക്കുക. കണ്ടോണേഷന്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നൽകുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.